അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിൽ പല ആളുകളും നിസാരമായ കാര്യത്തിന് വേണ്ടിയും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയും ടെൻഷൻ അടിക്കുന്നവരാണ്. ആ ടെൻഷനിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചെറിയ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കേൾക്കുക, പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മിൽ നിന്ന് പലരും ടെൻഷൻ അടിക്കുന്നത്, ഈ മാസം എനിക്ക് കിട്ടിയ ശമ്പളം അത് ഈ മാസത്തേക്ക് തികയുമോ, എൻ്റെ എല്ലാ കാര്യത്തിനും അതെത്തുമോ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. മക്കളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. കടബാധ്യതകൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ഇനി കിട്ടാനുള്ള പണം എങ്ങനെ തിരിച്ചു കിട്ടും, എങ്ങനെ വാങ്ങും, അതിനുള്ള വഴികൾ ആലോചിച്ച് അത് കിട്ടാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന പലരുമുണ്ട്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ഏത് രൂപത്തിലുള്ള ടെൻഷനാണെങ്കിലും അതെല്ലാം മാറാൻ നമുക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം പറയാം. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരായിരിക്കും എല്ലാവരും. എന്നാൽ ആ സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്താണ് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണോ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുക, അതിനേക്കാളും ഹൈറാണ് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ സുന്നത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സ്വദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്തും, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തും പാരായണം ചെയ്യുക ഫാത്തിഹയ്ക്ക് ശേഷം. ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.